കണ്ണൂർ തോട്ടട ITIയിൽ നടന്നിട്ടുള്ള സംഘർഷത്തിൽ ഗുരുതരമായ പരിക്ക് പറ്റിയ KSU യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായ പരിക്കാണ്, നട്ടെല്ലിന് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റിബിൻ നമ്മളോടൊപ്പം ഉണ്ട്. റിബിൻ, ഇപ്പോൾ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താ? കഴുത്തിനും തലക്കും നടുവിനൊക്കെ ആയിട്ട് നല്ല പെയിനുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ പിറകിൽ നട്ടലിൻ്റെ ഭാഗത്തായിട്ട് C7 ഭാഗത്ത് ഒരു ഹെയർ ഫ്രാക്ചർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കോളറിട്ട് തന്നെ കിടക്കണം നല്ല തരത്തിലാണ് പറഞ്ഞത്. അപ്പം ഇന്നലെ അടികൊണ്ടു, ഇന്നാണ് അതിൻ്റെ ശരിയായ പെയിൻ ശരിക്കും തലയൊട്ടാകെ ബോഡി മൊത്തമായിട്ട് ഇങ്ങനെ നന്നായിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. ഈ റിബിനെ അവിടെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യം ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ എല്ലാവരും ചേർന്ന് SFI പ്രവർത്തകർ തന്നെയല്ലേ ഇത്? SFI പറയുന്നത് അങ്ങനെയല്ല എന്നൊക്കെയാണ്. പക്ഷേങ്കിൽ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ SFI കൊടികെട്ടിയ വടീനെ കൊണ്ടൊക്കെ അടിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുതലാണ് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കാണുന്നത്. അതുവരെ ഇന്നലെ രാത്രി ഒന്നും കൃത്യമായൊരു ബോധം വരികയൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ TV ചാനൽ, നിങ്ങളുടെ TV ചാനൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള SFIക്കാർ തന്നെയാണ്. ഞാനവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് നിരന്തരമായിട്ട് നമ്മുടെ സഹപ്രവർത്തകരെ ഇലക്ഷനിൽ മത്സരിക്കാൻ സമ്മതിക്കില്ല, രക്തസാക്ഷിയാക്കി തരാം, കൊന്നു തരാം, ഉറക്കിക്കളയാം എന്നൊക്കെ തരത്തിൽ അവർ വന്നിട്ട് ഭീഷണി മുഴക്കലുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഭയക്കാതെ നോമിനേഷൻ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലായിരുന്നു ഇന്നലെ ഉണ്ടായത്. അപ്പോഴാണ് നമ്മൾ ഇന്നലെ വളഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് അധ്യാപകരുടെ മുമ്പിലിട്ട് തല്ലുകയും അവരുടെ കൊടി കെട്ടിയ മുളവടി അടിച്ചിട്ട് തലക്കടിക്കുകയും കഴുത്തിന് തല്ലുകയും ഒക്കെ ചെയ്തത്. അത് തട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ടീച്ചേഴ്സൊക്കെ അവരെയൊക്കെ മർദ്ദിക്കുന്ന തരത്തിലും നീ ചത്തിട്ടില്ലടാന്ന് വെച്ചിട്ട് പിന്നെയും ആൾക്കാർ വന്ന് സംഘം ചേർന്ന് അടിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോൾ ഞാനിതേ ദൃശ്യങ്ങളിലിങ്ങനെ എനിക്കിപ്പോൾ TV ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ആരൊക്കെ അടിച്ചു എന്നുള്ളത് കാര്യങ്ങളൊക്കെ. അതിനേക്കാളും കൂടുതൽ ആൾക്കാർ, ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ ക്രൂരമായിട്ട് തല്ലുന്ന ഒരു തരത്തിലുള്ള ദൃശ്യം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രയാസം തോന്നുകയാണ്. കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന SFIക്കാർ വരെ ഞാൻ അവരോട് ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അവരെൻ്റെ നല്ല ചങ്ങാതിമാരായിരുന്നു. അവർ പോലും അതിൻ്റെ മുൻപന്തിയിൽ പെൺകുട്ടികളുൾപ്പെടെ, SFIയുടെ പെൺകുട്ടികളുൾപ്പെടെ എന്നെ കൊണ്ടുപോകുമ്പോൾ കൈയടിച്ച് ചിരിച്ച് സന്തോഷിക്കുന്ന ഒരു ഇതും കൂടി ഞാനിങ്ങനെ ദൃശ്യങ്ങൾ ഒരുപാട് വിഷമം തോന്നിയാണ്. അവരൊക്കെ ഒരു സ്റ്റുഡൻ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ, എൻ്റെ സഹപാഠികളാണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഷമം തോന്നുകയാണ്. ഇവരാണല്ലോ സൊസൈറ്റിയിൽ ഇറങ്ങേണ്ടത്. ഈ ക്യാമ്പസിൽ തുടർച്ചയായ രീതിയിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ചില സംഘർഷങ്ങളും ചില ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ കൊടിമരം സ്ഥാപിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിറ്റ് രൂപീകരിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ തുടങ്ങിയ വിഷയമല്ല ഇത് KSUവിൻ്റെ യൂണിറ്റ് 24 വർഷത്തിന് ശേഷം ഞങ്ങൾ തുടങ്ങി. പക്ഷേ അതിന് മുൻപും ഏതെങ്കിലും ഒരു KSUക്കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഫാമിലി വരുന്ന ഏതെങ്കിലും ഒരു പയ്യനോ വിദ്യാർത്ഥിയോ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവനെ വളഞ്ഞിട്ട് തല്ലി പഠിപ്പ് നിർത്തിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഫോളോ ചെയ്തു വരികയാണ്. ഒരു അനുരാഗ് എന്ന് പറയുന്ന ഒരു പയ്യനെ കഴിഞ്ഞ വർഷമാണ് ക്യാമ്പസിൽ KSUവിന് ഇൻസ്റ്റാ പേജ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി അടിക്കുന്നത്. ആ പയ്യൻ പഠിപ്പ് നിർത്തി ഡ്രോപ്പ് ഔട്ടാക്കി വേറെ പണിക്ക് പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ, രക്ഷിതാക്കളടക്കം അവരെ പേടിച്ചിട്ട് പഠിപ്പ് നിർത്തി പോവുകയാണ്. അത് നമ്മൾ പബ്ലിക്കിന് കാണുന്നില്ല, മീഡിയാസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പൊതുസമൂഹത്തിനും അതറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ SFI നയിക്കുന്ന എല്ലാ തോന്നിയവാസങ്ങൾക്കെതിരെ ഞങ്ങൾ നഖശികാന്ത എതിർക്കുകയായിരുന്നു. കാരണം നമുക്കത് നോക്കിക്കാൻ സാധിക്കില്ല. നമ്മളൊരു സാധാരണക്കാരൻ, ഒരു KSUക്കാരനുപരി ഒരു മനുഷ്യനാണ് ഞങ്ങൾ. കാരണം അവിടെ കാണിക്കുന്ന തോന്നിയവാസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വമുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലും തെറി വിളിച്ച് കാല് കൊത്തുന്ന തലത്തിൽ പറയുമ്പോൾ എത്ര മനസ്സ് അവരുടെ വികൃതമാണെന്ന് നമുക്കത് കാണാൻ പറ്റും. ഈ ഇന്നലെ സത്യത്തിൽ ഇവർ വളഞ്ഞിട്ട് നിങ്ങളെ തല്ലുകയായിരുന്നു? വളഞ്ഞിട്ട് തല്ലുകയാണോ? എന്നെ മാർക്ക് ചെയ്ത്, എനിക്ക് ഉറപ്പായിരുന്നു എന്നെ നിരന്തരമായിട്ട് ഇവർ പറയുന്നുണ്ട് നിന്നെ തല്ലും കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഉറപ്പായിട്ടും അവർ ഞങ്ങളെ തല്ലും, അതിലൊരു തർക്കമൊന്നുമില്ല. കാരണം അവർക്കെതിരെ ശബ്ദിച്ച ഒരാളെയും ആ ക്യാമ്പസിൽ പഠിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസം മുമ്പാണ് ഒരു പയ്യൻ KSUവിന് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ കൊണ്ടുപോയിട്ട്, ആ പയ്യനൊക്കെ നേരിട്ട് വരെ പരിചയമില്ല. പക്ഷേ ആ കുട്ടിയെ ഇടിമുറിയിലിട്ട് തല്ലി ചതച്ചിട്ട് ആ കുട്ടി പേടിച്ചരണ്ടിട്ട് അവസാനം എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. പല വിദ്യാർത്ഥികളും ഇത് പേടി കൊണ്ട് പറയാൻ പറ്റുന്നില്ല, അവരുടെ ഭാവി നോക്കിയിട്ടൊക്കെ അവർ പറയാൻ പറ്റുന്നില്ല. അതിലേറെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഞങ്ങളെ ക്രൂരമായിട്ട് തല്ലിയിട്ടും എന്നെ തല്ലുമ്പോൾ എന്നെ പിടിച്ച്
മാറ്റാൻ ശ്രമിച്ചു, എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ സുഹൃത്തിനെ പോലും പോലീസ് അതിനവർക്കെതിരെ പോലും ഞങ്ങൾക്കെതിരെ പോലും പോലീസ് കേസെടുത്തെന്ന് പറയുമ്പോൾ ഏറെ പ്രയാസകരമായ. കാരണം നമ്മൾ സംഘർഷം ഉണ്ടാക്കിയില്ല, ഞങ്ങളൊരു SFIക്കാരെ ഞങ്ങൾ അടിച്ചിട്ടില്ല, തല്ലിയിട്ടില്ല. അതിലൊരു SFIക്കാർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നത് അത് പോലീസിന് ക്രമസമാധാനം നിർത്താൻ വേണ്ടി അവരടിച്ച ലാത്തിയിൽ പറ്റിയ പരിക്കായിരുന്നു. അത് KSUക്കാരടിച്ചെന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഉൾപ്പെടെയുള്ള KSUക്കാർ ആരും അടിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. കാരണം നമുക്കത് പറ്റില്ല. ഒരു SFIക്കാരെ ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നില്ല. കാരണം അവരും അവിടെയുള്ള വിദ്യാർത്ഥികളാണ്, അവരെ ഞങ്ങൾക്ക് ശത്രുക്കൾ കാണാൻ പറ്റില്ല. അവരെപ്പോലും ഞങ്ങൾക്ക് അടിക്കാൻ മനസ്സൊന്നുമില്ല. പക്ഷേ അവരുടെ മനസ്സ് അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കത് മനസ്സിലായി. അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം SFI അങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾക്കതുകൊണ്ട് പേടിയൊന്നുമില്ല. ഞങ്ങളത് കൃത്യമായിട്ട് ഇനിയും SFI കാണിക്കാൻ തോന്നിയ അവസ്ഥത്തിന് ഞാൻ ഇനിയും ശബ്ദിക്കും. എന്നെ ഈ തളർത്തി കിടത്തിയാലും ഇനിയും എന്നെ ഈ തളർത്തൽ ശരീരത്തിന് മാത്രമേ പറ്റിച്ചുള്ളൂ. പക്ഷേ എൻ്റെ ആശയത്തിനോ ആദർശത്തിനോ ഒരു തളർച്ചയും പറ്റിയിട്ടില്ല എന്ന് SFIക്കാർ മനസ്സിലാക്കിയാൽ മതി. റിബിൻ ഇപ്പോൾ എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നട്ടെല്ലിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൊണ്ട് KSUവിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് റിബിൻ വ്യക്തമാക്കുന്നത്. എന്തായാലും തുടർന്നും ഈ ITI തെരഞ്ഞെടുപ്പുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് SFI മൃഗീയ ആധിപത്യമുള്ള ഒരു ക്യാമ്പസാണ്. അവിടെ KSU നോമിനേഷൻ പ്രക്രിയ ഉൾപ്പെടെയായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടിയാണ് KSU നേതാക്കൾ അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, റിപ്പോർട്ടർ കണ്ണൂർ.